ആദർശ് വാക്കിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിനിമ കണ്ടു തുടരും. ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും തുടരത്തിൻ്റെ അവസ്ഥ, സിനിമയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. ഒരിക്കലും ആ മനുഷ്യനെ നമ്മൾ വെല്ലുവിളിക്കാൻ പോകരുത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ബേസിക് കാര്യം. കാരണം എപ്പോഴൊക്കെ നമ്മൾ ആളെ ചവിട്ടി അമർത്താൻ ശ്രമിച്ചപ്പോൾ ഒക്കെ ആൾ അതിൻ്റെ മേലേക്കുള്ള പെർഫോമൻസ് എടുത്തത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് എന്താ പറയുക, ശരിക്കും ലാലേട്ടൻ ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കുറേ പേര് സിനിമ പിടിക്കും. നമ്മളെല്ലാവരും ലാലേട്ടൻ ഫാൻ ബോയ് ആണ്. അപ്പോൾ നമ്മളെല്ലാ ഫാൻ ബോയ്സിനും ഒരു പ്രതീക്ഷയുണ്ട്. ലാലേട്ടനെ നമ്മൾ കണ്ടു വളർന്ന ലാലേട്ടനെ നമുക്കൊന്ന് കാണണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അത് ശരിക്കും സിനിമയിലൂടെ തരുൺ മൂർത്തി നമുക്ക് തിരിച്ചു തന്നു എന്ന് പറയാം. എസ്പെഷ്യലി താങ്ക്സ് ഫോർ തരുൺ ബ്രോ, റിയലി താങ്ക് യു. ഇങ്ങനെ നെഞ്ചും വിരിച്ച് മനസ്സും നിറച്ച് സിനിമ തിയേറ്ററിൽ ഇറങ്ങി വരാൻ സാധിക്കുന്ന കുറച്ച് സിനിമകളിൽ ലാലേട്ടൻ്റെ ഒരു സിനിമ കൂടി നമ്മൾ ഒരു പൊന്തുവിൽ കൂടി ലാലേട്ടൻ ചേർത്തേക്കാണ്. ഇതിൽ എടുത്തു പറയാവുന്ന കാര്യം, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ആ ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് നമ്മുടെ ഉള്ളിൽ ഈ സിനിമ കാണണം, അല്ലെങ്കിൽ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് തൊട്ട് ശോഭന ലാലേട്ടൻ ജോഡി, അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കൊരു ഒരു 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 ആകാംക്ഷ ഉണ്ടാവും ഇത് കാണാൻ. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഒന്നിക്കണേ. മലയാളത്തിൻ്റെ മോഹൻലാൽ എന്ന് കൊടുക്കുന്ന ടൈറ്റിൽ, അത് ആ ടൈറ്റിലിന് അനുയോജ്യമായ ഒരു സിനിമ നമ്മൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നു. ബട്ട് ദിസ് ടൈം നമുക്ക് ഡിസപ്പോയിൻ്റ് ആയി വന്നിട്ടില്ല. ഒരു മാസം മുമ്പ് നമ്മൾ കോട്ടിട്ട ലാലേട്ടനെ കണ്ടു. ഈ ഒരു മാസം കഴിഞ്ഞ ശേഷം എന്താ പറയുക, ഒരു മുണ്ടും അല്ലെങ്കിൽ ഒരു ഷർട്ട് വിട്ട ലാലേട്ടനെ നമ്മൾ കണ്ടു. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, കോട്ട് സൂട്ട് വിട്ട ലാലേട്ടനേക്കാളും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഭയക്കണം ഈ ഒരു മുണ്ടും ഷർട്ട് വിട്ട് വരുന്ന ലാലേട്ടനെ. ഒരു കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ട്, അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ ഒരു അടുത്തൊരാളെ പോലെ, അത് ഇതിൽ സിനിമയ്ക്ക് എന്താ പറയാ ബ്രോ. ഈ പടം കഴിഞ്ഞ് എനിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾക്കാരും പറയും, ഞാൻ കണ്ടോടോ ഞങ്ങളുടെ ലാലേട്ടനെ. സത്യം, ഞാനും കണ്ടു എൻ്റെ ലാലേട്ടനെ. വളരെ കാലങ്ങൾക്ക് ശേഷം ആ ഒരു ഓജസ്സും തേജസ്സോടു കൂടി നമുക്ക് തിരിച്ചു തന്നിരിക്കുകയാണ് തരുൺ മൂർത്തി. അതായത് പണി അറിയാവുന്നതിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടനെ കൊണ്ട് എങ്ങനെ പെർഫോം ചെയ്യിക്കണം, അല്ലെങ്കിൽ ലാലേട്ടനെ കൊണ്ട് എന്ത് ചെയ്യിക്കാം എന്നുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് തുടരും. പിന്നെ ഈ തരുൺ മൂർത്തി നമ്മുടെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടനെ സ്ലീപ്പർ സെൽസായി കുറച്ച് ഫാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അമ്മമാർ എന്തായാലും ലാലേട്ടൻ ഫാൻസ് തന്നെയായിരിക്കും. അവർക്ക് തിയേറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സിനിമ ആണ് എന്നുള്ളത് തരുൺ മൂർത്തി പറഞ്ഞു. തീർച്ചയായിട്ടും ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കയറാൻ പോകുന്നത് ഫാമിലി ഓഡിയൻസ് ആയിരിക്കും. കാരണം അത്രയും നല്ല എക്സലൻറ്റ് റിപ്പോർട്ട്സാണ് എല്ലായിടത്തും വരുന്നത്. കണ്ടവർക്ക് ആർക്കും എന്താ പറയുക, ബോറടിയോ അല്ലെങ്കിൽ ഒരു നിരാശയില്ല. എല്ലാവർക്കും അപ് ടു മാർക്ക്. ഞാൻ സെക്കൻഡ് ഷോ ആണ് കണ്ടത്. സാധാരണ ഫസ്റ്റ് ഷോ പോകാറിലാണ്, ബട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആ സമയം നമ്മൾ ഓഫീസിലിരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന മെസ്സേജിൽ ഓൺലി വാട്സാപ്പ് മെസ്സേജിലൊക്കെ ഫയർ മാത്രം, ഒരു സിമ്പിൾ മാത്രമായിട്ടാണ് എനിക്ക് ഉത്തരം കിട്ടിയിരുന്നത്. ദാറ്റ് മീൻസ്, അല്ലെങ്കിൽ പറയാം പൊളിപ്പടം, അടിപൊളിപ്പടം, അല്ലെങ്കിൽ പോരാ, അതൊന്നുമല്ലായിരുന്നു. കുറേ പേര് ലാലേട്ടനെ കളിയാക്കി, ആളുടെ കവിളനങ്ങുന്നില്ല, ഒരു എക്സ്പ്രഷൻ ഇല്ല, അതില്ല ഇതില്ല. ഒരു കാര്യം പറയാനുള്ളൂ, പോയി കാണും മക്കളെ. ആ പറഞ്ഞവരൊക്കെ ഈ പടം കാണണം. ഓരോ പടം കഴിയുമ്പോൾ നമ്മൾ പറയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോരാ, ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അഭിനയം പോരാ, അഭിനയിക്കാനുള്ള ഒരു സ്കോപ്പ് അതിലില്ല ലാലേട്ടന്. പിന്നെ നമ്മൾ അതേപോലെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കഥ പോരാ, കഥയ്ക്ക് കഴമ്പ് പോരാ, ഒരു എയിമില്ല, അതൊക്കെ നമ്മൾ എല്ലായിടത്തും പറയുന്നതാണ്. പക്ഷേ ദിസ് ടൈം എല്ലാം ഒന്നിച്ചു വന്നു എന്നുള്ളതാണ്. ആസ് എ ഫാൻ ബോയ് ഞാൻ തിയേറ്ററിൽ ആ ലാസ്റ്റ് സീൻ കഴിഞ്ഞ്, സത്യം പറഞ്ഞാൽ അവസാനത്തെ സീൻ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആസ് ഒരു സന്തോഷം, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു വികാരം ഫാൻ ബോയ്സിനും അതവർക്ക് അറിയൂ. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പടം. റിയലി ഐ എം ഹാപ്പി. നമ്മുടെ സിനിമയ്ക്ക് കയറാൻ എന്താ സമയം പോകണത് അറിയാൻ പാടില്ല. തീർച്ചയായിട്ടും എൻ്റെ 2.5 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല. തീരല്ലേ എന്ന് മനസ്സിലേക്കുണ്ടായിരുന്നു. പക്ഷേ സിനിമ എവിടെയെങ്കിലും കൊണ്ട് എൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാവാം അത് നിർത്തിയത്. ബട്ട് ഐ റിയലി എൻജോയ്ഡ്. ഇഷ്ടപ്പെട്ടു. എന്തായാലും പറ്റിയ ഒരു വട്ടം കൂടിയും കാണാൻ പോകണം. സോ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് സിനിമ കണ്ട് തിരിച്ച് നെഞ്ചും വിരിച്ച് മനസ്സും നിറച്ച്, ചിലപ്പോൾ കണ്ണും നിറച്ച് ഇറങ്ങി വരാൻ സാധിക്കും. സോ ടൈം കളയാണ്ട് നിങ്ങളെല്ലാവരും പോയി സിനിമ കാണണം. 2025 ലാലേട്ടൻ്റെ വനവാസം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പട്ടാഭിഷേകം തന്നെയാണ്. അപ്പോൾ ഇനി നല്ല സിനിമകൾ വരട്ടെ. സോ ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഡോണ്ട് മിസ് ഇറ്റ്. മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വൻ മിസ്സാണ് മക്കളെ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഷോർട്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം പോയി കാണ്.
ഞാൻ പറഞ്ഞിട്ടല്ല, നിങ്ങൾ പോയി കാണുക. ഓക്കെ, ഇതെന്തുകൊണ്ട് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് കണ്ടിട്ട് ഒന്നും പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഉറക്കം വരില്ല. റൈറ്റ് നൗ ഇപ്പോൾ ഏകദേശം 2 മണി അടുത്തായിട്ടുണ്ട്. സോ ഇതങ്ങോട്ട് പറഞ്ഞ് അവസാനിച്ചാൽ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം പോയി സിനിമ കാണാം. സിനിമ കാണുമായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.